ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാസ് സിനിമകളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മാസ് സിനിമകളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഇതിഷ്ടപ്പെടാത്തതായിട്ട് ഒരു മലയാളിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കടന്നു വന്നിട്ടുള്ള വഴികളിലും ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ ഫേവറേറ്റ് ലിസ്റ്റിൽപ്പെട്ട മൂവികൾ തന്നെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ എൻ്റെയും ഫേവറേറ്റുകൾ തന്നെയാണ്. ഇതിനെ വെല്ലാൻ പോകുന്ന പല മാസ് സിനിമകളും മലയാളത്തിൽ വന്നിട്ടുണ്ടാവാം, ഇനിയും വന്നിട്ടില്ലായിരിക്കാം. അതൊക്കെ തികച്ചും വ്യക്തിപരമായ ഇഷ്ടങ്ങളാണല്ലോ. എന്നെ ഏറ്റവും അധികം ആകർഷിച്ച, എന്നെ ഹരം കൊള്ളിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാസ് സിനിമകളുടെ ഒരു ലിസ്റ്റാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ലിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. നമുക്ക് ആദ്യം ആടുതോമയെപ്പറ്റി ചർച്ച ചെയ്യാം. ആടുതോമയെപ്പറ്റി ചർച്ച ചെയ്യാതെ, സ്ഫടികത്തെപ്പറ്റി ചർച്ച ചെയ്യാതെ എന്ത് മാസ് സിനിമയാണ് മലയാളത്തിൽ? 1995 പുറത്തിറങ്ങിയ അന്ന് മുതൽ 29 വർഷങ്ങൾക്ക് ശേഷം ഇന്നുവരെ എൻ്റെ എക്കാലത്തെയും മികച്ച, ഇഷ്ടപ്പെട്ട, എന്നെ ഹരം കൊള്ളിച്ച, ആർത്തു വിളിച്ച ഒരു സിനിമയുണ്ടെങ്കിൽ അത് സ്ഫടികം തന്നെയാണ്. ആടുതോമയെ സ്ക്രീനിൽ കണ്ട് ആടുതോമയുടെ കൂടെ യാത്ര ചെയ്ത ആ 2.5 മണിക്കൂർ ജീവിതത്തിലെ ഏറ്റവും ആനന്ദിച്ച 2.5 മണിക്കൂറായിട്ടാണ് ഞാൻ അന്നും ഇന്നും ഓർക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ കണ്ടൊരു സിനിമയാണ് അത്. അതിനുശേഷം എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഹരം കൊള്ളിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന ഒരു ലാലേട്ടൻ സിനിമയായി, ഒരു മരണമാസ് സിനിമയായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നമുക്കറിയാമല്ലോ, ആടുതോമയെ അനശ്വരനാക്കിയ ലാലേട്ടനും ചാക്കോ മാഷിനെ അനശ്വരനാക്കിയ തിലകൻ സാറും ഒക്കെ നിറഞ്ഞു നിന്ന അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ പോലും എന്ത് ഭംഗിയായിട്ടാണ് അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കരമന ജനാർദ്ദനൻ നായരായിക്കോട്ടെ, KPC ലളിത ആയിക്കോട്ടെ, രാജൻ പി ദേവ് ആയിക്കോട്ടെ, മണിയൻ പിള്ള രാജു ആയിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുത്ത ഉർവശി എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെടുമുടി വേണു, മോഹൻലാലിൻ്റെ ചെറുപ്പം അഭിനയിച്ച ആ ആക്ടർ, ഇവരൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ആ സിനിമയുടെ സ്ക്രിപ്റ്റും അത്രയും ഒരു മാസ് എനർജി ഉള്ളൊരു സിനിമയാണെങ്കിൽ പോലും അതിമനോഹരമായൊരു ഫാമിലി ഡ്രാമയും കൂടെ പറയുന്ന ഒരു കഥയാണ് സ്ഫടികം. അതിന് ആ സ്ഫടികം എന്നുള്ള പേര് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. സ്ഫടികത്തെയും ആടുതോമയെയും മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് മാസ് സിനിമ ചരിത്രം പറഞ്ഞു പോകാൻ സാധിക്കില്ല. സിനിമയുടെ തുടക്കം തന്നെ മുട്ടനാടിൻ്റെ ചങ്കിലെ ചോരയും കുടിച്ചുകൊണ്ട് ആടുതോമ കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവസാനം സ്ഫടികം ജോർജിനെ നിലംപരിശാക്കിക്കൊണ്ട് ആടുതോമ അജയ്യനായിട്ട് നിൽക്കുമ്പോൾ ഒന്നടങ്കം മലയാളികൾ മുഴുവനാണ് കോരിത്തരിച്ചിരുന്നത് ലാലേട്ടൻ്റെ മാസ് പെർഫോമൻസ് കണ്ടിട്ട്. ആടുതോമ, നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങളെ തോൽപ്പിക്കാൻ അന്നും ഇന്നും മലയാളത്തിലൊരു മാസ് കഥാപാത്രം ഉണ്ടായിട്ടില്ല. അടുത്തതും ഒരു ലാലേട്ടൻ സിനിമ തന്നെയാണ്. മലയാളത്തിൻ്റെ സ്വന്തം ഫ്യൂഡൽ തെമ്മാടിയായി വന്ന് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ശ്രീ മംഗലശ്ശേരി നീലകണ്ഠൻ. ദേവാസുരം എന്ന ചിത്രത്തിലെ അനശ്വരനായ കഥാപാത്രം മംഗലശ്ശേരി നീലകണ്ഠനെ മോഹൻലാൽ അവിസ്മരണീയമാക്കി നമ്മുടെ മുമ്പിലേക്ക് തന്നപ്പോൾ അത് മലയാളം കണ്ട മറ്റൊരു മാസ് സിനിമയുടെ പിറവിയായി മാറി. ശ്രീ രഞ്ജിത്തിൻ്റെ രചനയിൽ IB ശശി സംവിധാനം ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിയ സിനിമ അതുവരെ നമ്മൾ കണ്ട മോഹൻലാലിൽ നിന്നും ഒരു വ്യത്യസ്തനായ ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ പാടവത്തെ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചു. തെമ്മാടിയായ, പെണ്ണുപിടിയനായ, കള്ളുകുടിയനായ ഒരു ഫ്യൂഡൽ മാടമ്പിയെ, നീലകണ്ഠനെ മലയാളികൾ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ എത്ര മാസ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു ഫാമിലി സ്റ്റോറി, ഒരു ഫാമിലി ഡ്രാമ, ഒരു നല്ലൊരു കഥ പറച്ചിലുണ്ടായിരുന്നത് കൊണ്ട് എക്കാലവും ഇത്തരം സിനിമകൾ നിലനിൽക്കപ്പെടും. വളരെയധികം ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ട് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്.
ദേവാസുരം ഞാൻ ആദ്യത്തെ ഷോ ആണ് കണ്ടത്. റിലീസായ ആദ്യത്തെ ഷോ ഞാൻ കണ്ടൊരു സിനിമയാണ് ദേവാസുരം. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എന്നെ ആവേശം കൊള്ളിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നീലകണ്ഠൻ വെട്ടുകൊണ്ട് വീണപ്പോൾ നമ്മളൊന്നാകെയാണ് തകർന്നു പോയത്. അതേ നീലകണ്ഠൻ ശേഖരനെ നിലംപരിശാക്കി അവസാനം നിറഞ്ഞു നിന്നപ്പോൾ കയ്യടിയും കൂക്കിവിളികളുമായി ആർപ്പുവിളികളുമായി തിയേറ്റർ നിറഞ്ഞു നിന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട്. എത്ര തവണ കണ്ടു കഴിഞ്ഞാലും മടുക്കാത്ത എത്രയോ നല്ല നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച, അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അതിമനോഹരമായൊരു മൂവി തന്നെയാണ് ദേവാസുരം. മാസ് മാത്രമല്ല, ഇമോഷണൽ ഡ്രാമയും കൂടി ഉൾപ്പെട്ട ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം, ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം, രേവതിയുടെ കഥാപാത്രം, ലാലേട്ടൻ്റെ, ഇവരുടെയൊക്കെ അതിമനോഹരമായ, നെടുമുടി വേണുവിൻ്റെ, ആരെയാണ് മാറ്റി നിർത്താൻ നമുക്ക് പറ്റുക? അതിമനോഹരവും സൂക്ഷ്മവുമായ അഭിനയം കൂടെ കാണിച്ചു തന്ന മനോഹരമായ ഒരു മാസ് ചലച്ചിത്രമാണ് ദേവാസുരം. ശേഖരനെ മാറ്റി നിർത്തിക്കൊണ്ട് ദേവാസുരം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഒത്ത എതിരാളി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന നീലകണ്ഠന് പോന്ന എതിരാളിയായിരുന്നു ശേഖരൻ. ശേഖരനെ അനശ്വരനാക്കിയ നെപ്പോളിയനും അദ്ദേഹത്തിന് ശബ്ദം കൊടുത്ത ഷമ്മി തിലകനെയും കൂടി ഓർക്കാതെ ദേവാസുരം എന്ന അനശ്വരമായ മൂവിയെപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മാസ് സിനിമകളുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനമാണ് ദേവാസുരത്തിന്. നമുക്ക് അടുത്ത സിനിമയിലേക്ക്, അടുത്ത മാസ് മൂവിയിലേക്ക് പോവാം. അടുത്തതും മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ഒരു ഹിറ്റ് ചിത്രം തന്നെയാണ്. ഇതിനെയും ഒരു മാസ് സിനിമയുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതേസമയം ഇതും ഒരു മനോഹരമായ ഫാമിലി ഡ്രാമയും കൂടിയാണ്. എല്ലാ രീതിയിലുള്ള ജേണറിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രഞ്ജി പണിക്കർ കഥയും തിരക്കഥയും എഴുതി ജോഷി സംവിധാനം ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിയ ലേലം, അനശ്വരനായ ശ്രീ MG സോമൻ്റെ അവസാന ചലച്ചിത്രം എന്ന നിലയിൽ കൂടി ലേലത്തിന് പ്രത്യേകതയുണ്ട്. ഈ സിനിമയിൽ ഞാൻ മാസ് കാണിച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി അല്ല, MG സോമനെ തന്നെയാണ്. ശ്രീ സുരേഷ് ഗോപിയെക്കാട്ടിലും ഒരു പടി മുകളിൽ നിന്ന് ആനക്കാട്ടിൽ ഈപ്പച്ചനായി നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടിയ MG സോമൻ എന്ന മഹാനായ കലാകാരൻ്റെ പ്രകടനം കണ്ട് കോരിത്തരിച്ചാണ് നമ്മൾ തിയേറ്ററിൽ വിട്ടത്. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമെന്ന ഒരു ദുർവിധി ആ ചിത്രത്തിനുണ്ടെങ്കിലും തൻ്റെ അവസാന ചിത്രം തൻ്റെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായി നിറഞ്ഞാടിയതിനു ശേഷമാണ് MG സോമൻ തിരശ്ശീലയിൽ നിന്ന് മടങ്ങിയത്. ഇഷ്ടപ്പെട്ട രംഗങ്ങൾ എല്ലാം MG സോമൻ്റെ അതിനകത്ത് എല്ലാ രംഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എസ്പെഷ്യലി മധ്യസ്ഥ ചർച്ചയ്ക്ക് മെത്രാൻ വിളിക്കുമ്പോൾ അവിടെ പോയിട്ട് നടന്നൊരു പെർഫോമൻസ്, തൻ്റെ രൂപം ഒന്നുമല്ല, ശോഷിച്ച വയസ്സ് ചെന്ന ശരീരത്തോടെ ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്ന് മാസ് കാണിച്ച് ഡയലോഗ് പ്രസൻറ്റേഷനും കൊണ്ട് മാസ് കാണിച്ച് തിരിച്ചിറങ്ങിപ്പോരാൻ ആനക്കാട്ടിൽ ഈപ്പച്ചനല്ലാണ്ട് ആർക്ക് പറ്റും? രഞ്ജി പണിക്കർ എഴുതി വെച്ച അതിമനോഹരമായ ഡയലോഗിനെ അതിനും അപ്പുറത്തേക്ക് പ്രസൻറ്റേഷൻ കൊണ്ട് മലയാളികളുടെ മനസ്സിലേക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പാകത്തിൽ പറഞ്ഞു വെച്ചിട്ടാണ് ആനക്കാട്ടിൽ ഈപ്പച്ചൻ കളം വിട്ടത്. MG സോമൻ അതിമനോഹരമാക്കിയ ആ ഒരു രംഗം ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിലെ പല രംഗങ്ങളും MG സോമൻ നിറഞ്ഞാടിയ ഒരുപാട് രംഗങ്ങൾ ആ സിനിമയിലുണ്ട്. അത് മാസ് രംഗമായിക്കോട്ടെ, സെൻറ്റിമെൻറ്റ്സ് ആയിക്കോട്ടെ, തമാശ ആയിക്കോട്ടെ, ഒരു മകളോടുള്ള സ്നേഹമായിക്കോട്ടെ, ഒക്കെ അതിമനോഹരമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എനിക്ക് ആ ഒരു സിനിമ സുരേഷ് ഗോപിയുടെ മാസ് രംഗങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം MG സോമൻ്റെ അഭിനയ പാഠവും ഡയലോഗ് ഡെലിവറിയും ഏറ്റവും മനോഹരമായി കണ്ട ഒരു സിനിമ കൂടിയാണ് ലേലം എന്നതുകൊണ്ടാണ്. ശ്രീ രഞ്ജി പണിക്കർ എഴുതി വെച്ച മനോഹരമായൊരു ഡയലോഗിനെ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് മലയാളികളുടെ മനസ്സിലേക്ക് കൂരം പോലെ തർപ്പിച്ച് എതിരാളികളെ നിലം പരിശാക്കിയാണ് ആ മനുഷ്യൻ ആ സീൻ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു മാസ് സിനിമ ലേലവും ഒരു മാസ് പെർഫോമൻസ് ശ്രീ MG സോമൻ്റെ ലേലത്തിലെ പെർഫോമൻസുമാണ്. 1990 ശ്രീ ജോമോൻ സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അനശ്വരനാക്കിയ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെയും ആ കഥാപാത്രം നമുക്ക് സമ്മാനിച്ച സാമ്രാജ്യം എന്ന സിനിമയുമാണ് എൻ്റെ മാസ് മൂവി ലിസ്റ്റിൽ ഞാൻ അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ 5 or 6 വയസ്സ് മാത്രമേ എനിക്ക് പ്രായമുള്ളൂ. അതിനും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ TV യിൽ കാണുന്നത്.
തിയേറ്ററിലൊന്നും പോയി കണ്ടിട്ടില്ല ഈ സിനിമ ഇതുവരെ. പക്ഷേ ടി വിയിൽ കണ്ടത് മുതൽ വല്ലാത്തൊരു ഒരു ഒരു ആവേശമാണ് ഈ മൂവി കാണുന്ന സമയത്ത്. മമ്മൂട്ടി കാണിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും മമ്മൂട്ടിയുടെ ഒരു അപ്പിയറൻസും ആകെ മൊത്തത്തിൽ ഒരു അണ്ടർവേൾഡ് ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ മലയാളത്തിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു 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 സിനിമയും ഒരു മുഖവുമാണ് സാമ്രാജ്യത്തിലെ അലക്സാണ്ടർ. അതിലൊരു സെക്കൻഡ് പാർട്ടൊക്കെ വന്ന് പൊട്ടിപ്പാളീസേ വന്ന പോലും ആരും അറിഞ്ഞില്ല. അതിനൊന്നും ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാനേ പാടില്ല. അതൊക്കെ ഒരു കൾട്ട് മൂവിയാണ് മലയാളത്തിലെ. എന്തിനാണാവോ അതിൻ്റെ പുറകെ പോയിട്ട് വെറുതെ നാണക്കേട് ഉണ്ടാക്കിയത്. അലക്സാണ്ടറെ മമ്മൂട്ടി നിറഞ്ഞാടി അതിമനോഹരമായ ഒരു മൂവി എന്നതിലുപരി ഞാൻ ഈ പറഞ്ഞ എല്ലാ മൂവികളും കഥകൾ കൊണ്ട് മനുഷ്യനെ പിടിച്ചിരുത്തിയതാണ്. വെറുതെ വന്ന് മാസ് കാണിച്ച് 4 അടിയും നടത്തി തിരിച്ചു പോയ മൂവികളൊന്നും ആയിരുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ. അതിമനോഹരമായ കഥയും കഥാസന്ദർഭങ്ങളും അഭിനയ മുഹൂർത്തങ്ങളുമുള്ള മലയാളത്തിലെ എപ്പിക്കുകളായ മൂവികൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓരോന്നും. അതുതന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ സിനിമയുടെയും സിനിമ കഥ പറച്ചിലിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. അലക്സാണ്ടർ എന്ന അണ്ടർവേൾഡ് ഡോണിൻ്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ അതിമനോഹരമായി ചിത്രീകരിച്ച സാമ്രാജ്യം എന്ന മൂവിയാണ് ഞാനിന്ന് പറഞ്ഞതിൽ 4ാമത്തേത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസ് മൂവികളിൽ 4ാം സ്ഥാനമാണ് സാമ്രാജ്യത്തിന് അന്നും ഇന്നും കാണുന്നൊരു മൂവിയാണ്. ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. മമ്മൂക്ക എന്ന മഹാനടൻ്റെ അതിമനോഹരമായ ഒരു പെർഫോമൻസ് കണ്ട് കോരിത്തരിച്ച ലാലേട്ടൻ ഫാനായിരുന്ന ഒരു സമയത്ത് ഞാൻ കണ്ട മമ്മൂട്ടി മൂവിയാണത്. ആ സമയത്ത് പോലും ആ മനുഷ്യൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ കോരിത്തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് കാണും തോറും അത്ഭുതമാണ് ആ മനുഷ്യൻ്റെ പെർഫോമൻസും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അയാൾ വണ്ടി ഇറങ്ങി വരുന്ന സമയത്തൊക്കെയുള്ള ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്, ഒരു ആവേശമാണ് ആ മൂവി നമുക്ക് കാണുമ്പോൾ. നമുക്ക് എൻ്റെ ലിസ്റ്റിലെ 5ാമത്തെ മൂവിയെ പറ്റി പറയാം. ഇന്ന് ഞാൻ 5 മൂവിയെ ഷെയർ ചെയ്യുന്നുള്ളൂ. മലയാളം കണ്ട എക്കാലത്തെയും മികച്ച 5 മാസ് മൂവികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭരത്ചന്ദ്രനെ പറ്റിയാണ്. അവസാനമായി ചർച്ച ചെയ്യുന്ന ഭരത്ചന്ദ്രനെ പറ്റിയാണ്. മലയാളികളുടെ സ്വന്തം കമ്മീഷണർ ഭരത്ചന്ദ്രൻ. ശ്രീ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മലയാളികൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച പോലീസ് കഥാപാത്രമാണ് ഭരത്ചന്ദ്രൻ IPS. ഭരത്ചന്ദ്രൻ കണ്ട് കോരിത്തരിക്കാത്ത ഒരു പോലീസുകാരനും ഒരു സാധാരണക്കാരനും കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാരെ അത് തുറന്ന് സമ്മതിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പോലീസ് സേനയിൽ തന്നെ ഉണ്ട് നമുക്കറിയാം. അതിലെ ഓരോ ഡയലോഗും മലയാളികൾക്ക് കാണാപാഠമാണെന്ന് തന്നെ ഞാൻ പറയും. പലപ്പോഴും എന്താ പറയുക, അത് നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ സുഹൃത്തുക്കളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ഡയലോഗ്സുകളും ശ്രീ ഭരത്ചന്ദ്രൻ നമുക്ക് സമ്മാനിച്ചതാണ്. ഒരു പോലീസ് ഓഫീസർ ആയാലും എങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മളെ കാണിച്ചിരുന്ന സുരേഷ് ഗോപിയാണ്. ആ ഒരു അപ്പിയറൻസും ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഓരോ ബോഡി ലാംഗ്വേജിലും ഒരു കമ്മീഷണറായി ഒരു പോലീസുകാരനെ അദ്ദേഹം നിറഞ്ഞാടിയപ്പോൾ ഇങ്ങനൊരു പോലീസുകാരനെ കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഏത് മലയാളിയാണുള്ളത്. അതുകൊണ്ട് തന്നെ 5ാം സ്ഥാനം, ഇതിന് 5ാം സ്ഥാനമാണോ അതിന് മുകളിലാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ബാക്കി പറഞ്ഞ മൂവികളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ കമ്മീഷണർ തന്നെയാണ്. അതിഗംഭീരമായൊരു മൂവിയാണ്. എന്താ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നോ ഒരു പോലീസ് മൂവിയെന്നോ ഇതും വീണ്ടും ഒരു ഫാമിലി ഡ്രാമയെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രഞ്ജിപ്പണിക്കരുടെ തീപാറുന്ന ഡയലോഗുകളോട് ഇറങ്ങിയ ഒരു ഗ്രേറ്റ് മലയാളം മൂവിയാണ്. ഒരു കോപ്പ് മൂവിയാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു പോലീസ് മൂവിയായിട്ട് തന്നെയാണ് കമ്മീഷണറെ നമുക്ക് കാണേണ്ടത്. മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ഒരു മാസ് മൂവിയായിട്ട്, ഒരു മാസ് പ്രകടനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു മൂവിയായിട്ടാണ് നമുക്ക് ഈ ചിത്രത്തെ കാണേണ്ടത്. സുരേഷ് ഗോപി ആണെങ്കിലും രതീഷ് ആണെങ്കിലും ശോഭനയാണെങ്കിലും വിജയരാഘവനാണെങ്കിലും ആരാണെങ്കിലും മനോഹരമായി പെർഫോം ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച ഏറ്റവും മികച്ച ഒരു മാസ് മൂവി തന്നെയാണ് കമ്മീഷണർ. പിന്നെ നമുക്ക് ഇത്രയും ചർച്ച ചെയ്യാം. ഒരുപാട് മൂവികൾ ഇനിയും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വേറെ മാസ് മൂവികൾ ഉണ്ടാവും. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കും. നമുക്ക് അങ്ങനെയല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഇഷ്ടപ്പെട്ട 5 സിനിമകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.